പ്രീതം കൊട്ടാരന്റെ കാലം കഴിഞ്ഞെന്ന് പറഞ്ഞ അയാൾക്ക് ശവക്കുഴി തോണ്ടി ചരമഗീതം എഴുതി തുടങ്ങിയ വിരോധികളെ എല്ലാം ഇങ്ങ് വിളിച്ചു കൊണ്ടുപോവാ. അവന്മാരെ മുട്ടില് നിർത്തി അണ്ണാക്ക് വലിച്ചു തുറന്ന് അതിനുള്ളിലേക്ക് പ്രീതം കൊട്ടാരം എന്ന അഗ്നിപർവ്വതത്തിൽ നിന്നും പുറത്തേക്ക് പ്രവഹിക്കുന്ന തിളച്ചു മറിയുന്ന മാഗ്മയുടെ പുറത്തേക്കുള്ള ഒഴുക്കായിട്ടുള്ള ലാവാ പ്രവാഹത്തിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് അഗ്നിവർഷം പോലെ ഒഴിച്ചു കൊടുക്കണം എന്നാണ് പറയേണ്ടത്. പ്രീതം കൊട്ടാരന്റെ ഉള്ളിലെ കനല് കെട്ടിട്ടില്ല. നോട്ട് യെറ്റ് ഫിനിഷ്ഡ്. പ്രീതം ഫിനിഷ്ഡ് ആയിട്ടില്ല. കഥ ഇനിയാണ് തുടങ്ങുന്നത്. ആളിക്കത്താൻ പോകുന്ന ഒരു അഗ്നിസ്ഫുലിംഗം മാത്രമാണ് പ്രീതം കൊട്ടാൽ. ആ അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് എ സൈലന്റ്ലി ഫ്യൂമിംഗ് വോൾക്കാനോ. ആ വോൾക്കാനിക് ഇറപ്ഷൻ ദാണ്ടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എതിരാളികളുടെ എത്ര കൊടികെട്ടിയ ആക്രമണത്തിന്റെ തിരമാലകളെയും നെഞ്ചു വിരിച്ച് നേരിടാൻ തയ്യാറുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വൻമതിലാണ് താനെന്ന് പ്രീതം കൊട്ടാൽ ഒരു തവണ കൂടി അടിവരയിട്ട് ആവർത്തിച്ച് ഉറപ്പിച്ച് തെളിയിക്കുകയാണ്. എത്ര വലിയ ആക്രമണത്തിന്റെ പേമാരി പെയ്താലും കരങ്ങൾ വിരിച്ചുകൊണ്ട് പ്രീതം കൊട്ടാൽ ഇങ്ങനെ കാവൽ നിൽക്കുന്ന കാലത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾമുഖം സുരക്ഷിതമായിരിക്കും. ദാറ്റ് ഈസ് മിസ്റ്റർ പ്രീതം കൊട്ടാൽ, ദ ഗ്രേറ്റ് ഇന്ത്യൻ വാൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. എന്തുകൊണ്ടാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ആരാധകർ ഇപ്പോഴും അയാളെ പ്രീതം ദ ലെജൻഡ് എന്ന് വിളിക്കുന്നത്? പ്രീതത്തിന് വേണ്ടി ഇപ്പോഴും അവരുടെ ആരാധകർ മുറവിളി കൂട്ടുന്നത് എന്നതിൻ്റെയൊക്കെ ഉത്തരമാണ് കഴിഞ്ഞ സീസണിൽ ഒന്ന് പ്രീതം നിറമങ്ങിപ്പോയപ്പോഴേക്കും അയാൾക്ക് ശവക്കുഴി വെട്ടി ചരമഗീതം എഴുതി തുടങ്ങിയ വിരോധികളെ ഇനി നിങ്ങൾ നിശബ്ദരായിക്കൊള്ളൂ. ഇത് പ്രീതത്തിന്റെ ഉയിർപ്പിന്റെ കാലം. ആ കനല് കെട്ടിട്ടില്ല. ആ കനലിനെ മിഖായൽ ടെഹ്റ എന്ന പരിശീലകൻ ഊതിക്കാച്ച് അതിൽ നിന്നും കാട്ടുതീ പടർത്തുകയാണ്. ആ തീയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആക്രമണങ്ങളുടെ വൻമരങ്ങൾ വെന്ത് നീറി ഉരുകി ഭസ്മമായിടും എന്നതാണ് സത്യം. അബ്സല്യൂട്ട്ലി ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടില്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഗോളം നിറച്ച അവസരങ്ങളെ ആ മനുഷ്യൻ നെഞ്ചു വിരിച്ചു തടുത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പ്രതിരോധത്തിൽ പുതിയ ചരിത്രം അയാൾ എഴുതി തുടങ്ങി. ഇനി പ്രീതത്തിന്റെ കാലം, പ്രതിരോധത്തിലെ അനിഷേധ്യനായ കരുത്തന്റെ കാലം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, മെലോസ് ഡിങ്കിസിനെക്കാട്ടി കൂടുതൽ ക്യാപ്റ്റന്റെ ആമ്പാന്റെ അർഹതയുള്ളത് പ്രീതത്തിനാണെന്ന്. പ്രീതത്തിന് അത് കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു.